ഐലേണുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ പറയുമ്പം ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത് എൻ്റെ ഓപ്ഷണൽ ജോഗ്രഫിയാണ്. ജോഗ്രഫി ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഐലേണിൽ ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 2 അറ്റംപ്റ്റിലും ഡൈസർ എൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിരുന്നു. കാരണം ജോഗ്രഫി മോസ്റ്റ് ഓഫ് ദി ടൈംസും ടെസ്റ്റ് സീരീസ് പഠിച്ച് ഞാൻ ടെസ്റ്റിന് സിലബസ് ഒക്കെ പഠിച്ച് ഫിനിഷ് ആവില്ല. അപ്പം ഓൺ ദി ടൈമിൽ എനിക്ക് ടെസ്റ്റ് സീരീസ് ഒന്നും എഴുതാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അപ്പം ഞാൻ ഡൈസറിന് മെസ്സേജ് അയക്കും, സർ സബ്മിഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു, എങ്കിലും എൻ്റെ പേപ്പർ ഒന്ന് നോക്കി തരും. അപ്പം ഞാൻ അയച്ചു കൊടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഡൈസർ എപ്പോഴും കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു, പ്രോപ്പർ ഫീഡ്ബാക്ക് തരുമായിരുന്നു. പിന്നെ ജോഗ്രഫീനെ പറ്റി ആദ്യത്തെ എക്സാമിന് പോകുമ്പം ജോഗ്രഫീനെ പറ്റി ഞാൻ കുറേ മിത്തുകൾ കേട്ടിരുന്നു. കാരണം ജോഗ്രഫി സ്കോറിങ് സബ്ജക്റ്റ് അല്ല, എത്ര എഴുതിയാലും മാർക്ക് കിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ സാറിനോട് ചോദിക്കുമായിരുന്നു, സർ ഇങ്ങനെയൊക്കെയാണോ, എനിക്ക് മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ സാർ എനിക്ക് കോൺസ്റ്റൻ്റ്ലി ആ സപ്പോർട്ട് തന്നിരുന്നു, ആ അഷുറൻസ് തന്നിരുന്നു. തൻ്റെ ആൻസേഴ്സ് നല്ലതാണ്, തനിക്ക് നല്ല മാർക്ക് കിട്ടും. എസ്പെഷ്യലി പേപ്പർ 2-ൽ തനിക്ക് എഴുതാനുള്ള ആ സ്കില്ലുണ്ട്. അപ്പം എനിക്ക് 2 അറ്റംപ്റ്റിലാണെങ്കിലും എൻ്റെ പേപ്പർ 2-ൻ്റെ മാർക്ക് നല്ല ഹൈ ആണ്. എൻ്റെ ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെ ജോഗ്രഫി ഓപ്ഷനിൽ നല്ലൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ഡൈസർ ഫോർ ഓൾ ദി സപ്പോർട്ട്, എസ്പെഷ്യലി ഫോർ ജോഗ്രഫി ആസ് വെൽ ആസ് ഫോർ ദ എൻറ്റയർ പ്രിപ്പറേഷൻ.